അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ചെറു വിമാനവും കാറും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഫ്ലോറിഡയിലെ പാം ബീച്ച് കൗണ്ടിയിലാണ് ഈ സംഭവം നടന്നത്. വളരെ ചെറിയ ഒരു വിമാനമായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത്. 2 യാത്രക്കാരാണ് ഇതിലുണ്ടായിരുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് 100 അടി മൂലത്തിന് ശേഷം പെട്ടെന്ന് വിമാനം താഴേക്ക് വരികയായിരുന്നു. അങ്ങനെ റോഡിലൂടെ കടന്നു പോകുന്ന ഒരു ഹോണ്ട സിവിക് കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വിമാനം. തുടർന്ന് വിമാനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു തരിപ്പണമായി. കാറിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കാറിലുണ്ടായിരുന്ന 5 പേർക്കും വിമാനത്തിലുള്ള 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കൂടുതൽ വിശദാംശങ്ങൾ അറിയായിട്ടില്ല. ഇതിൽ 2 പേരുടെ നില കുറച്ച് മോശമാണ്, ഗുരുതരമാണ് എന്ന് സൂചനകളുണ്ട്. വിമാനത്തിലെയും കാറിലെയും യാത്രക്കാർ രക്ഷാപ്രവർത്തനം എത്തുന്നതിന് മുമ്പ് തന്നെ വിമാനത്തിൽ നിന്ന് കാറിൽ നിന്നൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തു. വലിയൊരു ടൂറിസ്റ്റ് മേഖല കൂടിയാണ് ഈ പാം ബീച്ച് കൗണ്ടി. ഇവിടെ ഏതാണ്ട് 38,000-ഓളം ജനസംഖ്യയാണുള്ളത്. വലിയൊരു ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള റോഡിലാണ് ഈ വിമാനവും കാറും തമ്മിൽ ഈ കൂട്ടിയിടി നടന്നിരിക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ നിരവധി ചെറു വിമാനങ്ങൾ ഇവിടെ അടുത്തുള്ള വിമാനത്താവളത്തിൽ നിരന്തരമായി വന്നു പോകാറുണ്ട്. പക്ഷേ ഇവ പലതും കാലപ്പഴക്കം ചെന്നതോ സംഗതി തരാറുള്ളതോ ആണെന്ന് നേരത്തെ പരാതി പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യത ഉള്ളതായി നേരത്തെയും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നിട്ട് വിമാനം ഇങ്ങനെ നിരന്തരമായി ഇവിടേക്ക് എത്തുകയും പറന്നു വരികയും ചെയ്യുന്നത് പതിവായിരുന്നു. ഈ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത് ആരാണെന്നോ അല്ലെങ്കിൽ കാറിലുണ്ടായിരുന്നത് ആരാണെന്നോ എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ ഇനി പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കക്കാർ തന്നെയാണോ അതോ വിനോദസഞ്ചാരികളാണോ വിമാനത്തിലുണ്ടായിരുന്നതെന്നും അറിയില്ല. 2 യാത്രക്കാർ മാത്രമാണ് ഈ ചെറു വിമാനത്തിലുണ്ടായിരുന്നത് എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബമാണ് എന്നാണ് കരുതുന്നത്. 4 ചെറിയ കുട്ടികളും ഒരു പുരുഷനുമാണ് ഈ കാറിലും ഉണ്ടായിരുന്നത്. ഏതായാലും സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രാദേശിക തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ഗൗരവതരമായ ചർച്ചകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്.